ഗുരുവായൂർ നഗരസഭയുടെ പ്രസാദ് പദ്ധതിയുടെ ഭാഗമായി പടിഞ്ഞാറെ നടയിൽ പണി പൂർത്തിയായ അമ്യൂണിറ്റി സെന്റർ ഇപ്പോൾ നഗര ഉപജീവന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. നവംബർ 17 മുതൽ ആരംഭിച്ച ഈ കേന്ദ്രം തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുകയും നഗരത്തിലെ ദരിദ്ര വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പ്രാദേശിക തൊഴിലവസരങ്ങൾ പ്രാദേശികർക്ക് നൽകിക്കൊണ്ട് സുസ്ഥിര വികസനം നേടുക എന്നതാണ്. നഗരസഭകൾക്ക് കുടുംബശ്രീയുടെ പുതിയ മാതൃകയായി ഈ കേന്ദ്രം മാറിയിട്ടുണ്ട്. ഇത് നഗരത്തിലെത്തുന്നവർക്ക് മിതമായ നിരക്കിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നു. നഗര ഉപജീവന കേന്ദ്രം നൽകുന്ന പ്രധാന സേവനങ്ങളിൽ ഫ്രഷ് അപ്പ് സൗകര്യങ്ങൾ, ഷോർട്ട് സ്റ്റേ ഡോർമെട്രി, ക്ലോക്ക് റൂം, കുടുംബശ്രീ ഷോപ്പ്, കുടുംബശ്രീ കഫേ, ഓൺലൈൻ സേവനങ്ങൾ, ATM കൗണ്ടർ എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ വനിതകൾക്ക് നൈപുണ്യ പരിശീലനം, തൊഴിൽ മേളകൾ, ഹൌസ് കീപ്പിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, പ്രസവാനന്തര ശുശ്രൂഷ, ഹോം നഴ്സിംഗ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. നിലവിൽ 110 വനിതകൾക്ക് നേരിട്ട് തൊഴിലവസരങ്ങൾ ഈ കേന്ദ്രത്തിലൂടെ ലഭിക്കുന്നു. 100-ലധികം വനിതകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ജീവിതത്തിൽ പ്രത്യേക പ്രചോദനമായി മാറിയിട്ടുണ്ട്. നഗരസഭയുടെ സേവനങ്ങളിലൂടെയും വരുമാനദായക പ്രവർത്തനങ്ങളിലൂടെയും ഈ കേന്ദ്രം സ്വയം നിലനിൽക്കുന്നു. മൊത്തം വരുമാനത്തിന്റെ 50% നഗരസഭയ്ക്കും 50% നഗര ഉപജീവന കേന്ദ്രത്തിനും ലഭിക്കുന്നു. ഈ വരുമാന പങ്കിടൽ മാതൃക എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കൗൺസിലിന്റെയും അംഗീകാരത്തോടെ മാറ്റം വരുത്താവുന്നതാണ്. ഗുരുവായൂർ നഗരസഭ പ്രസാദ് പദ്ധതിയുടെ ഭാഗമായി നഗര ഉപജീവന മിഷന്റെ പ്രവർത്തനം 17/11/2022 ആരംഭിച്ചത്. കിഴക്കേ നടയിലുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനവും കുടുംബശ്രീയെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ പ്രീമിയം കഫേയും കൂടി ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 24 പേരാണ് അവിടെ ജോലിക്കായിട്ടുള്ളത്. പ്രീമിയം കഫേയിൽ 18 പേരടങ്ങുന്ന വനിതകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഐപ്രത്തിന്റെ കീഴിലാണ് കഫേ നടത്തി വരുന്നത്. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ AC ഡോർമെട്രിയും നോൺ AC ഡോർമെട്രിയും ഉണ്ട്. ഡോർമെട്രിയിൽ 150 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവുമുണ്ട്. താഴെയായി 150 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഹാളും അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ മിനി കോൺഫറൻസ് ഹാളും ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈൻ സർവീസ് സെന്റർ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ഐപ്രത്തിന്റെ കീഴിൽ നടക്കുന്ന കുടുംബശ്രീ കഫേയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സിറ്റി ലൈവ്ലിഹുഡ് സെന്ററിന്റെ കീഴിൽ തന്നെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങും ഗുരുവായൂരിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 14 പേരടങ്ങുന്ന വനിതകളാണ് അതിൻ്റെ നടത്തിപ്പ്. ഗുരുവായൂരിൽ CLC അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ കൂടാതെ ദേവസ്വം ഡോർമെട്രിയും ചേലൂർ കൃഷ്ണ ഗാർഡന്റെ മാനേജ്മെന്റും ദേവസ്വത്തിന്റെ ശ്രീകൃഷ്ണ സദനത്തിന്റെയും മേൽനോട്ടം കുടുംബശ്രീ തന്നെയാണ് നടത്തിവരുന്നത്. ഇവിടങ്ങളിലെല്ലാമായി 110ഓളം വനിതകൾ 3 നില കെട്ടിടം നഗരസഭ കുടുംബശ്രീയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂർ നഗര ഉപജീവന കേന്ദ്രം നഗരത്തിലെ ദരിദ്ര വനിതകൾക്ക് തൊഴിലവസരങ്ങൾ നൽകുകയും തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. സുസ്ഥിര വികസനത്തിനായുള്ള ഈ മാതൃക മറ്റു നഗരസഭകൾക്കും പ്രചോദനമായി മാറുന്നു. നഗര ഉപജീവന കേന്ദ്രത്തിന്റെ സേവനങ്ങൾ അനുഭവിക്കാൻ എല്ലാവർക്കും സ്വാഗതം.